റംബുട്ടാൻ സീസണൊക്കെ തീരുന്നതിന് മുമ്പ് നമുക്ക് അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാവേ. വായോ. ഇതാദ്യം നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. പക്ഷേ പുളിയുള്ളതാണ് അച്ചാർ ഇടാൻ നല്ലത്. ഇതിന് പക്ഷേ നല്ല മധുരമാണ് കേട്ടോ. അതുകൊണ്ടാണ് അധികം പഴുക്കാത്തത് നോക്കി എടുത്തത് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ആദ്യം നമുക്കിതാ വെള്ളം ഒഴിച്ചൊന്ന് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാവേ. നമുക്ക് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാവേ. ഇതേപോലെ എടുക്കാം നമുക്ക്. എന്നിട്ട് പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാത്തിൻ്റെയും തോടൊന്ന് കളഞ്ഞെടുക്കാവേ. അങ്ങനെ നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയുണ്ട് കുറച്ചും കൂടെ. വസു അങ്ങനെ ലാസ്റ്റ് വണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാവേ. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാവേ. കഴുകിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. ഇത് നമ്മൾ നാളെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ഈ വരഞ്ഞു വെച്ചതുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റി എടുക്കണം കേട്ടോ. വെള്ളം വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം നമുക്ക്. അത് ചെയ്താലോ. അപ്പം നന്നായിട്ട് ആവിയായിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു മിക്സിനകത്തോട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അല്ലാതെ നമ്മൾ വഴറ്റുന്നില്ല മുളക് പൊടി. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം മുളക് പൊടി കരിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടൊന്ന് ചതച്ച് വെക്കണം. പിന്നെ നമ്മൾ സാധാരണ അച്ചാറുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാതെ കായവും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന റംബുട്ടാനിലേക്കാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ശേഷം വഴണ്ട് വന്നതിലേക്ക് ഈ ഒരു റംബുട്ടാനും കൂടി ചേർത്ത് ഇളക്കി കടുക് പൊടിച്ചും കൂടി ചേർത്താൽ നമ്മുടെ അച്ചാർ റെഡിയാവുക. ഇതാണ് ഗായ്സ് നമ്മുടെ റംബുട്ടാൻ അച്ചാർ കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, നല്ല അടിപൊളി അച്ചാറാണ്. ഇതുവരെ ഇത് ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അടിപൊളിയാട്ടോ. സൂപ്പർ. ഹലോ സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.